പരിശുദ്ധ മാതാവിൻ്റെ നാമധേയത്തിലുള്ള സെന്റ് മേരീസ് LPS വിദ്യാലയത്തിലെ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന മികവുകൾ. ബഹുമാനപ്പെട്ട ജനറൽ മാനേജർ റവറൻഡ് ഫാദർ ആന്റണി അഞ്ചുതൈക്കൽ, കൊച്ചി MLA ശ്രീ KJ മാക്സി അവർകൾ, പഞ്ചായത്ത് പ്രസിഡന്റ് KL ജോസഫ് അവർകൾ, സ്കൂൾ ലോക്കൽ മാനേജർ റവറൻഡ് ഫാദർ വർഗീസ് ചെറുതിയിൽ, മറ്റ് വിശിഷ്ടാതിഥികൾ, രക്ഷകർത്താക്കൾ എന്നിവർ സമക്ഷം സമർപ്പിക്കുന്നു. 1 മുതൽ 4 വരെ 9 ഡിവിഷനുകളും 2 പ്രീ പ്രൈമറി ക്ലാസ്സുകളും ഉൾപ്പെടെ 252 കുട്ടികളും 11 അധ്യാപകരും അടങ്ങുന്നതാണ് നമ്മുടെ ഈ വിദ്യാലയ കുടുംബം. ജൂൺ 1 ഈ വിദ്യാലയത്തിൻ്റെ പുതിയ സാരഥിയായി ശ്രീമതി ലിൻഡ ആന്റണി HM ആയി ചാർജ് എടുത്തു. ജൂൺ 3 ചെറുപുഞ്ചിരിയും നിറകണ്ണുകളുമായി വിദ്യാലയമുറ്റത്തേക്കെത്തിയ നവാഗതരെ വർണ്ണാഭമായ ആഘോഷത്തോടെ സ്കൂൾ അങ്കണത്തിലേക്ക് വരവേറ്റു. അസിസ്റ്റന്റ് ലോക്കൽ മാനേജർ സെബിൻ ജോർജ് തറേപ്പറമ്പിൽ തിരി തെളിയിച്ചു. മുൻ HM അലക്സാണ്ടർ സാർ, ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷൻ അംഗങ്ങൾ, റോട്ടറി ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ അണിനിരന്ന പൊതുസമ്മേളനത്തിൽ നവാഗതർക്കുള്ള സമ്മാനമായി ബാഗുകൾ, കുടകൾ എന്നിവ നൽകുകയുണ്ടായി. പ്രാഥമിക പ്രവർത്തനങ്ങൾ. എല്ലാ ദിവസവും ക്ലാസ് അടിസ്ഥാനത്തിൽ അസംബ്ലി നടത്തുന്നു. LSS കോച്ചിംഗ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ക്ലാസ്, അക്ഷരപഠന ക്ലാസ് എന്നിവ എല്ലാ ദിവസവും ടൈം ടേബിൾ പ്രകാരം നടത്തുന്നു. ക്ലാസ് അടിസ്ഥാനത്തിൽ ക്ലാസ് ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുകയും അവരിൽ നിന്നും സ്കൂൾ ലീഡേഴ്സിനെ തിരഞ്ഞെടുത്ത് അവർക്കുള്ള ടാഗുകൾ നൽകുകയും ചെയ്തു. പ്രവർത്തനോന്മുഖമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി പഠന പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ വർക്ക്ഷോപ്പുകളും ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിക്കുകയുണ്ടായി. ജൂൺ 28 PTA ജനറൽ ബോഡി യോഗം ബഹുമാനപ്പെട്ട ഫാദർ വർഗീസ് ചെറുതിയിൽ ഉദ്ഘാടനം ചെയ്യുകയും കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സൂപ്രണ്ട് ആനന്ദ് സാർ, SI ആദർശ് സാർ എന്നിവർ രക്ഷകർത്താക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നൽകുകയുണ്ടായി. ക്ലാസ് PTA യോഗങ്ങൾ അതാത് മാസങ്ങളിൽ നടത്തുകയും കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾ, പഠന നിലവാരം മാതാപിതാക്കളെ അറിയിക്കുകയും ചെയ്യുന്നു. ഓഗസ്റ്റ് 30 കുട്ടികൾക്കുള്ള കലോത്സവം സർഗം 2024 HM ശ്രീമതി ലിൻഡ ആന്റണി തിരിതെളിച്ചു. സ്പോർട്സ് ഡേ 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്കും പ്രീ പ്രൈമറിക്കും സ്പോർട്സ് നടത്തുകയും വിജയികൾക്ക് സമ്മാനം നൽകുകയും ചെയ്തു. ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളും കലാകായിക മേളകളും നേട്ടങ്ങളും. ഒക്ടോബറിൽ നടന്ന ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിൽ 13 ഇനങ്ങളിലായി നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും 8 ഇനങ്ങളിൽ A ഗ്രേഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. മട്ടാഞ്ചേരി ഉപജില്ലാ കലോത്സവം സംഘനൃത്തം ഉൾപ്പെടെ 10 ഇനങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും A ഗ്രേഡുകൾ ലഭിക്കുകയുമുണ്ടായി. മട്ടാഞ്ചേരി ഉപജില്ലാ കായികമേള നമ്മുടെ വിദ്യാലയത്തിന് ഏറെ അഭിമാനകരമായി ഓവറോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഓവറോൾ ട്രോഫിയും ഗേൾസ് ചാമ്പ്യൻ ട്രോഫിയും അധ്യാപകർക്ക് വേണ്ടി നടത്തിയ 100 മീറ്റർ റേസിൽ നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപിക റോൺസി പീറ്ററും HM ലിൻഡ ആന്റണിയും 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടുകയുമുണ്ടായി. ദിനാചരണങ്ങളും ആഘോഷങ്ങളും. ജൂൺ 5 പരിസ്ഥിതി ദിനം. ഹൈസ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ ഷൈജുവിൻ്റെ അധ്യക്ഷതയിൽ യോഗം സംഘടിപ്പിച്ചു. സ്കൂൾ പരിസരത്ത് മാവ് തൈകൾ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്തു. ജൂൺ 19 വായനാ ദിനം. കുട്ടികൾ തയ്യാറാക്കിയ വായനാ പതിപ്പുകൾ പ്രകാശനം, കുട്ടി വായന, കവി പരിചയം, ലൈബ്രറി പുസ്തകങ്ങളുടെ പ്രകാശനം എന്നിവ സംഘടിപ്പിക്കുകയും ഹൈസ്കൂൾ പ്രതിനിധി നിമ ടീച്ചർ കുട്ടികൾക്ക് വേണ്ടി കവിത ആലപിച്ചുകൊണ്ട് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ജൂലൈ 21 ചാന്ദ്രദിനം. ബഹിരാകാശ പേടകങ്ങളുടെ മോഡൽ നിർമ്മാണവും അമ്പിളിമാമനെക്കുറിച്ചുള്ള കവിതകളും ചിത്രങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ചാന്ദ്രദിനം സംഘടിപ്പിച്ചു. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. ലോക്കൽ മാനേജർ ഫാദർ വർഗീസ് ചെറുതിയിൽ പതാക ഉയർത്തിയ ചടങ്ങിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ SI ആദർശ് സാർ അതിഥിയായി എത്തി. KG കുട്ടികളുടെ മാർച്ച് പാസ്റ്റ്, ദേശഭക്തി ഗാനം, പാട്രിയോട്ടിക് ഡാൻസ്, സ്വാതന്ത്ര്യദിന പ്രസംഗം, സ്വാതന്ത്ര്യദിന സ്കിറ്റ് എന്നിവ കൊണ്ട് സ്വാതന്ത്ര്യദിനാഘോഷം ശ്രദ്ധേയമായി. ആഗസ്റ്റ് 17 ചിങ്ങം 1 കർഷക ദിനം. ചെല്ലാനം പഞ്ചായത്തിലെ മുതിർന്ന കർഷകരായ ശ്രീ ജൂലപ്പൻ, ശ്രീമതി ഗീതാമ്മ എന്നിവരെ ആദരിക്കുകയും കുട്ടികളുടെ കൃഷി സംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ അവസരം നൽകുകയും ചെയ്തു. കൊയ്ത്തുപാട്ടുകളും വായ്ത്താരികളും അവതരിപ്പിച്ചു. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഗുരുവന്ദനം 2024. ചെല്ലാനം പഞ്ചായത്തിലെ എല്ലാ അംഗനവാടികളെയും അധ്യാപകരെ അന്നേ ദിവസം ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു.
ഈ ചടങ്ങിൽ ഉദ്ഘാടകനായി ഫാദർ സെബിൻ ജോർജ് തറയപ്പറമ്പിൽ, ഈ വിദ്യാലയത്തിലെ മുൻ അധ്യാപകർ, മുഖ്യപ്രഭാഷകനായ മുൻ എച്ച്.എം. അലക്സാണ്ടർ സർ, അധ്യാപക ദിന സന്ദേശം നൽകുന്നതിനായി റിട്ടയർഡ് എച്ച്.എം. ശ്രീമതി ജെസി ടീച്ചർ, ഹൈസ്കൂൾ എച്ച്.എം. മിനി ടീച്ചർ എന്നിവർ സന്നിഹിതരായിരുന്നു. അതോടൊപ്പം ഈ വിദ്യാലയത്തിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരെയും ഈ അവസരത്തിൽ ആദരിച്ചു. സെപ്റ്റംബർ 12 ഓണാഘോഷം. ശോഭയേറിയ പൂക്കളങ്ങളും കേരള തനിമയാർന്ന വസ്ത്രങ്ങളും അണിഞ്ഞ് എത്തിയ കുട്ടിക്കുരുന്നുകൾ അവർ അവതരിപ്പിച്ച കലാപരിപാടികൾ കൊണ്ടും രുചികരമായ സദ്യ വിളമ്പിയും ഈ വർഷത്തെ ഓണാഘോഷം സന്തോഷത്തിൻ്റെ ദിനമായി മാറി. 16 ലോക ഭക്ഷ്യദിനത്തിൽ അമ്മ മധുരം. പ്രീ പ്രൈമറി കുട്ടികളുടെ അമ്മമാർക്ക് ഫുഡ് ഫെസ്റ്റ് നടത്തുകയുണ്ടായി. പോഷകമൂല്യമുള്ള ഭക്ഷണം തയ്യാറാക്കിയ അമ്മമാർക്ക് 1ഉം 2ഉം സ്ഥാനങ്ങൾ നൽകുകയുണ്ടായി. നവംബർ 14 ശിശുദിനം. വർണ്ണശോഭയേറിയ വ്യത്യസ്ത വസ്ത്രധാരണത്തിൽ ആഘോഷമായ ശിശുദിന റാലി, പൊതുസമ്മേളനവും നടന്നു. പൊതുസമ്മേളനത്തിൽ മുഖ്യാതിഥിയായി മുൻ എച്ച്.എം. അലക്സാണ്ടർ സർ, കെ.ബി. ആൻ്റണി സർ, ട്രീസ ടീച്ചർ, കുട്ടികളുടെ ചാച്ചാജിയായി ലിയാൻ കെ.വി, എച്ച്.എം. ശ്രീമതി ലിൻഡ ടീച്ചർ, PTA പ്രസിഡന്റ് ഷീജ സാജൻ എന്നിവർ സംസാരിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച പാട്ടുകളും ഡാൻസുകളും വളരെ മനോഹരമായിരുന്നു. കലാകായിക മേളകളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും അന്നേ ദിനം നടന്നു. ഡിസംബർ 19 ക്രിസ്മസ് ആഘോഷം. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം സുമനസ്സുകളുടെ സ്നേഹ സൗഹാർദ്ദം കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും കേക്കുകൾ വിതരണം ചെയ്യുവാൻ സാധിച്ചു. ഈ സന്തോഷം നമ്മോടൊപ്പം പങ്കിടാൻ ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KL ജോസഫ്, വാർഡ് മെമ്പർ ശ്രീ കൃഷ്ണകുമാർ, ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷൻ അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിക്കായി ഒരുങ്ങിയ കുഞ്ഞുമാലാഖമാരുടെ നൃത്തവും പാട്ടുകളും കേക്കിൻ്റെ മധുരവും സാന്താക്ലോസിൻ്റെ വരവും കുഞ്ഞു മനസ്സുകൾക്ക് ഏറെ സന്തോഷം നൽകി. ലോക്കൽ മാനേജർ ഫാദർ വർഗീസ് ചെറുതിയിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും നൽകി സന്തോഷമായി ക്രിസ്മസ് ആഘോഷിച്ചു. നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായി വയോധികർ താമസിക്കുന്ന അസീസി റിലീഫ് സെൻറ്റർ അധ്യാപകരും വിദ്യാർത്ഥികളും PTA അംഗങ്ങളും ചേർന്ന് സന്ദർശിക്കുകയുണ്ടായി. ഉച്ചഭക്ഷണ പദ്ധതിയും പ്രഭാത ഭക്ഷണവും. ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി എല്ലാ ദിവസവും വ്യത്യസ്ത കറികൾ ഉൾപ്പെടുത്തി ഉച്ചഭക്ഷണം നൽകുന്നു. ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും നൽകുന്നു. KJ മാക്സി MLA അവர்களுടെ സ്നേഹാമൃതം പദ്ധതിയുടെ ഭാഗമായി ഓഗസ്റ്റ് 1 മുതൽ നമ്മുടെ വിദ്യാലയത്തിൽ പ്രഭാത ഭക്ഷണം നൽകിപ്പോരുന്നു. ഇനിയുടെ 2 വാക്ക്. പ്രവേശനോത്സവത്തിൽ നവാഗതരായ കുഞ്ഞുമക്കൾക്ക് ബാഗുകളും കുടകളും സ്പോൺസർ ചെയ്ത റോട്ടറി ക്ലബ് അംഗങ്ങൾ, ചൈൽഡ് വെൽഫെയർ ഫൗണ്ടേഷൻ അംഗങ്ങൾ, കുട്ടികൾക്ക് നൽകുവാനായി പെൻസിൽ ബോക്സ് സ്പോൺസർ ചെയ്ത HM ലിൻഡ ടീച്ചറിൻ്റെ സുഹൃത്തുക്കൾ, ഗുരുവന്ദനം 2024 സംഘടിപ്പിക്കാനായി സഹകരിച്ചവർ, സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സ്പോൺസർ ചെയ്ത ചൈൽഡ് വെൽഫെയർ ഫൗണ്ടേഷൻ അംഗങ്ങൾ, എല്ലാ കുട്ടികൾക്കും ഓരോ കേക്ക് നൽകുന്നതിനായി സഹകരിച്ച സുമനസ്സുകൾ, സ്കൂൾ പരിസരം പുല്ലുകൾ വെട്ടി വൃത്തിയാക്കിയ ഫാദർ വർഗീസ് ചെറുതിയിൽ, സ്കൂളുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ സഹകരിക്കുന്ന വാർഡ് മെമ്പർ ശ്രീമതി അനില സെബാസ്റ്റ്യൻ, ശ്രീ കൃഷ്ണകുമാർ, സ്കൂളിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിക്കുന്ന ശ്രീമതി ഷീജ സാജൻ്റെ നേതൃത്വത്തിലുള്ള PTA അംഗങ്ങൾ, ഭക്ഷണം പാകം ചെയ്ത് കുട്ടികളിൽ എത്തിക്കുന്ന അന്നമ്മ ചേച്ചി, ലിജി, പ്രഭാത ഭക്ഷണം ഒരുക്കുന്ന ഷീജ ചേച്ചി, എല്ലാവരെയും നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. വിദ്യാലയത്തിൽ 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്കായി കുംഫു പരിശീലനത്തിനായി എത്തുന്ന അർജുൻ സാറിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. വാത്സല്യത്തിൻ്റെ നൈർമല്യമായി, സ്നേഹത്തിൻ്റെ തണലായി കുഞ്ഞു മനസ്സുകളിൽ ഇടം നേടിയ ഈ വർഷം ഈ വിദ്യാലയത്തോട് വിട പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ, കഠിനാധ്വാനത്തിലൂടെയും സമർപ്പണത്തിലൂടെയും ഈ വിദ്യാലയത്തെ സ്വന്തമാക്കിയവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സീന ടീച്ചർ, ടെൽമ ടീച്ചർ, എലിസബത്ത് ടീച്ചർ, ലീമോൾ ടീച്ചർ, ഏവർക്കും സ്നേഹാശംസകൾ നേരുന്നു. ഒപ്പം ഹൈസ്കൂളിൽ നിന്ന് ഈ വർഷം റിട്ടയർ ചെയ്യുന്ന ഹെഡ് മിസ്ട്രസ് മിനി ടീച്ചറിനും റോസ്ലിൻ ടീച്ചറിനും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.